കണ്ടില്ലേ ഇപ്പം എങ്ങനെ ഇരിക്കണം? വല്ല കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ. ആ PC മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അഫ്രീദ് അപ്പോസിൻ്റെ എൻജിൻ ഓഫ് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ അതിൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് അപ്പോസ് എന്ത് ചെയ്ത് ഇവൻ്റെ താക്കോല് ഉരങ്ങാടി ഇട്ട് കൊടുത്ത് അണ്ട് പോണ സീനാണ് കാണുന്നത്. സോ നൈസാ. ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കൊൽക്കട്ടയിൽ ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ നമ്മുടെ. അപ്പം നേരത്തെ വീഡിയോയിൽ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ നമ്മൾ പോയ സ്ഥലമൊക്കെ. ബോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കൊൽക്കട്ട ഫുള്ളൊന്ന് ചുറ്റിക്കിറങ്ങണം. പിന്നെ എപ്പോഴെപ്പോൾ കൊൽക്കട്ട എന്ന് കേട്ടാലും നമ്മൾ ഉള്ളിൽ വന്നൊരു സാധനമുണ്ട്, ഹൗറ ബ്രിഡ്ജ്. അവിടം വരെ ഒന്ന് പോകണം, അതൊന്ന് കാണണം. പിന്നെ നമ്മൾ വിക്ടോറിയ പാലസിലും പോകുന്നുണ്ട് ഈ ഒരു ട്രിപ്പിൽ. അത് ഞാൻ അഫ്രീദിൻ്റെ ആ ഒരു വെർഷനിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ല, ഇത് നമ്മുടെ കൊൽക്കട്ടയിൽ ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞല്ല. അപ്പോൾ നമ്മൾ ഈ ദിവസം ഓൾറെഡി റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ സാകേഷ് ഭായിയുടെ വീട്ടിൽ പോയി ബാഗൊക്കെ അവിടെ വെച്ചേക്കണത്. അതുകൊണ്ട് അവിടെ നിന്നാണ് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് പോകുന്നതും സാകേഷ് ഭായിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് പുള്ളിക്കാരനോട് ഒരു സന്ധ്യാസമയം ടാറ്റ ബൈ ബൈ ഒക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ സിലിഗുരിയിലേക്കാണ് അടുത്ത നമ്മുടെ ട്രിപ്പ്. സിലിഗുരിയാണ് ഇനി അടുത്ത നമ്മുടെ സ്റ്റോപ്പിംഗ് പോയിന്റ്. മനസ്സിലായോ? പണ്ട് പോലെ എനിക്ക് കൊൽക്കട്ടയിൽ പോകണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. കൊൽക്കട്ട സിറ്റിയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഒരാഗ്രഹം ഉടലെടുത്തത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഞാൻ ചെറുപ്പത്തിൽ ജയ് എന്ന് പറയണ നമ്മുടെ മാധവൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ 100 നോട്ട് കളഞ്ഞു പോയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് ഇവർ തമ്മിൽ ഒരുമിക്കണ ഒരു സിനിമയുണ്ട്, ജയ്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക്, നൈസ് ഓടണം. എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ആ സിനിമ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലമായിട്ട് ആ സിനിമയിൽ കൊടുത്തിട്ടുള്ള സ്ഥലം കൊൽക്കട്ടയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഓർമ്മ വരും. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു സിനിമയാണ് എനിക്ക് ശരിക്കും എൻ്റെ ഓർമ്മയിൽ തട്ടി നിൽക്കണ ഒരു പരിപാടി. പിന്നെ പണ്ട് കാലം മുതലേ കൊൽക്കട്ട വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മുംബൈയൊക്കെ പോലെ. അപ്പോൾ ഞങ്ങൾ 2019 ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾ വെസ്റ്റ് റൂട്ടിലാണ് പോയത്. അതായത് വെസ്റ്റേൺ സൈഡിലൂടെയാണ്, ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിലൂടെയാണ് നമ്മൾ ട്രിപ്പ് പോയത്. അപ്പോൾ നമ്മൾ മുംബൈയൊക്കെ കവർ ചെയ്തായിരുന്നു. അപ്പോൾ മുംബൈ എത്തിയപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു, ഇനി അടുത്ത ട്രിപ്പ് പോകണമെങ്കിൽ നോർത്ത് ഈസ്റ്റ് പോകണം, കൊൽക്കട്ടയൊക്കെ ഒന്ന് കാണണം. എങ്ങനെയാണ് അവിടുത്തെ ജീവിത സാഹചര്യം, ആൾക്കാർ, അവിടുത്തെ ടൗൺ എങ്ങനെയാണ്, എത്രത്തോളം മെച്ചപ്പെട്ടാണ് അവിടുത്തെ ജീവിത നിലവാരം, എത്രത്തോളം ഡെവലപ്ഡ് ആണെന്നൊക്കെ ഒന്ന് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിക്കാണാനായിട്ടാണ് ഇപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്, എന്തായാലും അടിപൊളിയാണ്. ആകെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവന്മാർ സീനാണ്. ഇവന്മാർ റോട്ടിൽ ഒന്നാമത്തെ കാര്യം, ഇവന്മാർ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഫുൾ ഓഡിയോ മൊത്തത്തിൽ കുറച്ചിട്ടേക്കാനാണ്. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോണടി മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയണ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇവിടുത്തെ ബസ്സൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ പലതരം കളറൊക്കെയാണ്. പക്ഷേ നമ്മുടെ വൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ കിടന്ന് പണ്ട് ഓടിയേച്ച് നമ്മുടെ റെഡ് കളർ ബസ്, അതാണ് നമ്മുടെ വൈബിലുള്ള ബസ്. ഇത് വേറൊരു ടൈപ്പ്, ഇതൊരുമാതിരി തമിഴ്നാട് ഫീലാണ് ഇവന്മാർ കൊടുത്തേക്കണം ഈ ബസ്സിൻ്റെയൊക്കെ കളറൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ എവിടെ നോക്കിയാലും ആൾക്കാരായിരിക്കും, എവിടെ നോക്കിയാലും ഈ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ടേക്കുന്ന ഒരു മൂഡായിരിക്കും. ഒരു സ്പേഷ്യസ്നെസ് എന്നുള്ളൊരു സംഗതി നമുക്ക് ഫീൽ ചെയ്യൂല സത്യം പറഞ്ഞാൽ. ഭയങ്കര തിക്കും തിരക്കും, വണ്ടി കുത്തിയൊക്കെ എടുത്ത് വേണം നമ്മൾ പോകാനായിട്ട് തന്നെ.
മനസ്സിലാവണുണ്ടോ? അപ്പോൾ കൊൽക്കട്ടയിൽ ഇതിന് മുമ്പ് വരാത്തവരും ഇനി വരാൻ ആഗ്രഹിക്കുന്നവരും വരാൻ പോണവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോർഡർ കടന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെവിയിൽ 2 പഞ്ഞി അങ്ങോട്ട് കുത്തിക്കയറ്റി വെച്ചിട്ട് വണ്ടി ഓടിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം അൺസഹിക്കബിളാണ് ഇവന്മാരുടെ ഹോണടി എന്ന് പറഞ്ഞാൽ. നമുക്ക് ശരിക്കും പൊളിയും, വട്ടം പൊളിയും നമുക്ക്, മനസ്സിലായ? പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പെഡസ്ട്രിയൻസ് ആണെങ്കിലും ഇവർ ഒരു അച്ചടക്ക ബോധമില്ലാതാണ് ഈ റോട്ടിൽ കൂടെ നടന്നു പോണത്. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഉണ്ടെങ്കിൽ തന്നെ ഇവന്മാർ ഈ കാറിൻ്റെ ഇടയിൽ കൂടിയും റോഡിൻ്റെ വക്കത്ത് കൂടിയൊക്കെയാണ് ഈ പോണത്, മനസ്സിലായ? അത് ശരിക്കും അൺസേഫാണ് ഈ കൊൽക്കട്ടയുടെ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ. ഞാനിപ്പോഴും അതിശയിച്ചു കൊണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാകേഷ് ഭായിയുടെ ഫാമിലി എന്ന് പറയുന്നത് മലയാളീസാണല്ലോ. ഇവർ വർഷങ്ങളായിട്ട് ഇവിടെയാണ് ജീവിക്കുന്നത്. ഇവർ മാത്രമല്ല, ഒരുപാട് മലയാളീസ് അവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ഇതൊക്കെ കോപ്പപ്പ് ചെയ്തിട്ടായിരിക്കും ജീവിക്കണം, മനസ്സിലാവേണ്ടത്. നമുക്കത്രയും, ഞാൻ ആദ്യമായിട്ട് കാണുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു സാധനം കിട്ടണം. ഇവർ ഓൾറെഡി ശീലിച്ച കാര്യങ്ങളായിരിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം കിട്ടുമല്ല. നമ്മുടെ നാട് പോലെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ നാടിനേലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന കാര്യം. റോഡാണെങ്കിലും അത്ര സ്പേഷ്യസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ ചെറിയ റോട്ടിൽ ഒരുപാട് വണ്ടികളും, അത് ഒരു അച്ചടക്ക ബോധമില്ല. അതായത് എന്താ പറയുക, ഇപ്പം ഏത് റോട്ടിലേക്ക് ആണെങ്കിലും എവിടെ കൂടി വേണമെങ്കിലും പോകാമെന്നൊരു സാഹചര്യമാണ് കൊൽക്കട്ടയിലുള്ളത്. ഇനിയിപ്പം നമ്മൾ മര്യാദക്ക് ഓടിച്ച് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവന്മാരിത് സമ്മതിക്കില്ല. കാരണം നമ്മളിപ്പോൾ പതുക്കെ കൃത്യമായിട്ടുള്ളൊരു നിയമമൊക്കെ പാലിച്ച് പോകണമെങ്കിൽ തന്നെ പുറകിൽ നിന്ന് അപ്പം തന്നെ ഹോണടിക്കാൻ തുടങ്ങും. ഹോണടിയായിരിക്കും. അപ്പം നമ്മളും ഇതേപോലെ തന്നെ പോവാതെ നമുക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഓരോ സൈഡിലൂടെ ഇങ്ങനെ കുത്തിക്കയറ്റി പോണത്. കാരണം നമ്മളൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ മര്യാദക്ക് പോയിട്ട് കാര്യമില്ല. മര്യാദക്കാണ് പോകണമെങ്കിൽ ആരും അവിടെ എത്താനും പോകില്ല ഇവിടെ. അത് എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിനെ തന്നെ പറയാനുള്ളൂ. കാരണം അവർക്കൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടൊക്കെ സെറ്റാണ്. നമ്മുടെ കേരളം, മലയാളി, ആ ഒരു ട്രാഫിക് റൂൾസ് അതൊക്കെ സെറ്റാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പുറത്ത് വരുമ്പോഴാണ് ഇവരുടെ ആ ഒരു ഷോക്ക് മനസ്സിലാവണം. ഈ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണത്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ ഏതാണ്ട് ഹൗറ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ സംഭവമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. അത് അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യത നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര തിരക്കാണെങ്കിൽ നമ്മൾ ആ മുകളിലേക്ക് ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ആർക്കിടെക്ചറിലേക്ക്, ആ ഒരു സ്ട്രക്ചറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു വൈബ് മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു പാലത്തിൻ്റെ അടിയിൽ കൂടി ഇപ്പോൾ യാത്ര ചെയ്യാൻ പോണത്. ഞാൻ ഹൗറ ബ്രിഡ്ജിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. ഞാൻ ആ സിനിമയിൽ ഇങ്ങനെ ആ സൈഡിൽ കൂടിയൊക്കെ കാണിക്കണതായിട്ടല്ലാതെ വേറെ അങ്ങനെ എടുത്ത് ഞാൻ ഇതുവരെ ഈ ബ്രിഡ്ജിൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. നമ്മളങ്ങനെ ദൂരത്തു നിന്നൊക്കെ കാണുമ്പോൾ ഇത് ചെറുതായിട്ടല്ലേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ഇതിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു വിഡ്ത്ത് മനസ്സിലാക്കാൻ പറ്റണം. നല്ല വൈഡാണ് ഈ റോഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ വൈഡാണ്. നമ്മൾ ഹൗറ ബ്രിഡ്ജിൽ കൂടി പോയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. നമ്മൾ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് 1936 എന്നിട്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് 1943 ഈ പാലത്തിന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിനീയറിംഗ് ഡിസൈൻ തന്നെയാണ്. അതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഏതാണ്ട് 26,000 ടൺ ഓഫ് സ്റ്റീൽ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബ്രിഡ്ജിനെ നമ്മൾ പറയുന്നത് കാൻഡിലിവർ ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ മറ്റുള്ള സാധാരണ പാലത്തിനേക്കാൾ ഉപരി
ഈ പാലം വ്യത്യസ്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാലത്തിന് തൂണിൻ്റെ ആവശ്യമില്ല. അതായത് പാലത്തിനെ നിർത്താനായിട്ടുള്ള പില്ലറിൻ്റെ ആവശ്യം ഈ പാലത്തിനില്ല. അങ്ങനെ നമ്മൾ ഹൗറ ബ്രിഡ്ജിൻ്റെ ആ പാലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ടാണ്. കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ വളരെ ഫേമസ് ആണല്ലോ. അത് കാണാനൊരു നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ആർക്കിടെക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആൾക്കാർ പണിത സാധനമല്ല, ഇത് പഴയ സാധനം, പഴയ വൈബ് സാധനമൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ആ സിനിമയിൽ ഒരുപാട് സീക്വൻസിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. ആ സിനിമയിൽ മാത്രമല്ല, മിക്ക സിനിമയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വളരെ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റേഷനും പരിസരവും ഒക്കെ കാണിക്കും. അങ്ങനെയാണ് ഏതൊരു സിനിമയിലാണെങ്കിലും ഏതൊരു സീനിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് വിശദാംശങ്ങൾ പറഞ്ഞുതരാം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് എന്ന് പറയുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഇത് ലോകമെമ്പാടും അറിയപ്പെടണം. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിനൊരു വലിയ ഹിസ്റ്ററി തന്നെ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1854 പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ലാർജസ്റ്റുമായിട്ടുള്ള റെയിൽവേ കോംപ്ലക്സ് ഇൻ ഇന്ത്യ. പിന്നെ നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ട് ഷൂട്ടൊന്നും ചെയ്തില്ല, അതൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മൾ പുറത്ത് കൂടി ഇങ്ങനെ പോകുമ്പോഴുള്ള ആ ഒരു നേരിട്ടുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും കണ്ടത്. അങ്ങനെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞു. പിന്നെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു കൊളോണിയൽ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതും ഈ റെഡ് ബ്ലോക്ക് ബ്രിക്ക് വെച്ചിട്ട്, ബ്ലോക്ക് ബ്രിക്ക് അല്ല കേട്ടോ, റെഡ് ബ്രിക്ക് വെച്ചിട്ട്. ഏതാണ്ട് 600ഓളം ട്രെയിൻ ഒരു ദിവസം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കി, 600ഓളം ട്രെയിൻ, സച്ച് എ ബിഗ് എമൗണ്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ട്രെയിൻ ഏറെക്കുറെ ഇവിടെ നിന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൗറ രാജധാനി എക്സ്പ്രസ്, അതായത് കൊൽക്കത്ത ടു ന്യൂഡൽഹിയുടെ മെയിൻ ട്രെയിനാണ് ഹൗറ രാജധാനി എക്സ്പ്രസ്. അതേപോലെ ഹൗറ ഡുറോണ്ടോ എക്സ്പ്രസ്, പിന്നെ ശതാബ്ദി ഹിമഗിരി എക്സ്പ്രസ്. ഇതൊക്കെ കൊൽക്കത്ത ടു മുംബൈ, ചെന്നൈ, അമൃത്സർ അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊൽക്കത്ത ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. കൊൽക്കത്ത ടു മുംബൈ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ട്രിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇന്ത്യയുടെ 2 സൈഡാണ്, പൊളി ട്രിപ്പ് ആയിരിക്കും. അതൊന്നും എടുക്കണം, അടുത്തോട്ടാവട്ടെ. പിന്നെന്താ പറയുക, പിന്നെ കൊൽക്കത്തയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സിറ്റിയുടെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഹൗറ ബ്രിഡ്ജും റെയിൽവേ സ്റ്റേഷനുമാണ്. പിന്നെ ഞാൻ നേരത്തെ ഞങ്ങൾ ബോട്ടിങ് നടത്തിയ, അതിപ്പോൾ ഫ്രഷാണ്, വിദ്യാസാഗർ സേതു, അതിപ്പോൾ പുതിയതാണല്ലോ. അങ്ങനെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഗാംഭീര്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഈ പറയുന്ന 2 ആൾക്കാരാണ്. ഏത്? ഹൗറ റെയിൽവേ സ്റ്റേഷനും ഹൗറ ബ്രിഡ്ജും. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ടുണ്ടായിരുന്നതും നിങ്ങളെ കാണിക്കാനുണ്ടായതും എനിക്ക് കാണാനുണ്ടായതും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് നിങ്ങളത്ര പ്രൊഫഷണലായിട്ടൊന്നും എടുക്കണ്ട. കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കിനി ഇതൊക്കെ ഒന്ന് കണ്ടൊന്ന് ഓർമ്മിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യണത്, മനസ്സിലാവണണ്ട. പിന്നെ ഞങ്ങളങ്ങനെ പോകെ അങ്ങനെ സിറ്റിയൊക്കെ കറങ്ങി ഏകദേശം ഒരു സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നു. വിക്ടോറിയ പാലസിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ കയറുന്നില്ല. കാരണം ഏറെക്കുറെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും സന്ധ്യാസമയം ആയി. പിന്നെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പിടിക്കേണ്ടതല്ലേ. ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നേപ്പാളാണ്, മനസ്സിലായ. അങ്ങനെ ഞങ്ങൾ നേരെ വിക്ടോറിയ പാലസിൻ്റെ അവിടെ പോയി ചായ അടിച്ച് നേരെ സാകേഷ് ഭായിനെ വീട്ടിലും ആക്കി. അവിടെ നിന്ന് അവരോടൊരു ബൈ ഒക്കെ പറഞ്ഞ് അമ്മേനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ സിലിഗുരി വണ്ടി തിരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അറിയാലോ, വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.